യുദ്ധം ഉണ്ടാകുന്നത് എപ്പോഴും അധർമ്മം എവിടെയാണോ ഉള്ളത് അവിടെ നിന്നായിരിക്കും അതിൻ്റെ യുദ്ധത്തിനുള്ള തുടക്കം ഉണ്ടാകുന്നത്. അപ്പോൾ കൗരവന്മാരുടെ പക്ഷത്ത് നിന്നാണ് അതിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഭീമനെ കൊല്ലുന്നത് മുതൽ, വിഷം കൊടുത്ത് കൊല്ലുന്നത്, കയത്തിൽ താഴ്ത്തുന്നത്, അരക്കില്ലം ചുട്ടു നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതുപോലെ തന്നെ പാഞ്ചാലി വസ്ത്രാക്ഷേപം, കള്ളച്ചൂതുകളി. ചൂതുകളി തന്നെ ഒരു വിധത്തിലൊരു യുദ്ധമാണ്, ബുദ്ധിപരമായ യുദ്ധമായിരുന്നത്. അത് കള്ളച്ചൂതുകളിയിലൂടെ രാജ്യം മുഴുവൻ കവർന്നെടുത്ത് തരാമെന്ന് ശകുനി പറയുന്നുണ്ട്. അതിന് ദുര്യോധനൻ കൂട്ടു നിൽക്കുകയാണ് ഇത്. അപ്പോൾ കള്ളച്ചൂതുകളി കളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളോട് ധർമ്മത്തിൻ്റെ കളി കളിച്ചാൽ ജയിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ധർമ്മപുത്രരും അതുപോലെ ശകുനിയും തമ്മിലുള്ള ചൂതുകളി. അവിടെ അധർമ്മപക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരെ ധർമ്മപക്ഷത്തു നിന്ന് ധർമ്മത്തിൻ്റെ പേരിൽ യുദ്ധം ചെയ്താൽ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഇത് ഭീഷ്മർക്കും ദ്രോണർക്കും ശല്യർക്കും എല്ലാം അറിയായിരുന്നു. അതുകൊണ്ട് അവർക്കും അറിയായിരുന്നു ധർമ്മപക്ഷം എന്നുള്ളത് പാണ്ഡവരുടെ പക്ഷത്താണെന്ന് ഉറപ്പിച്ചു വിശ്വസിച്ചവരാണ്. മാത്രമല്ല ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് അവർ തന്നെ അവരെ എങ്ങനെ കൊല്ലണമെന്ന് പറഞ്ഞു കൊടുത്ത് അവർ തന്നെയാണ്. ഭീഷ്മരെ എങ്ങനെ കൊല്ലണമെന്ന് പറഞ്ഞത് അവസാനം പറഞ്ഞു കൊടുക്കുന്ന ഭീഷ്മർ തന്നെയാണ്. രഹസ്യം പറഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ? ദ്രോണർ പറഞ്ഞു കൊടുത്ത് ദ്രോണനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേ രഹസ്യം തന്നെ. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവരുടെ അന്നം തിന്നുപോയതുകൊണ്ടാണ്, ഇവരുടെ അർത്ഥദാസന്മാരായതുകൊണ്ടാണ് ഞങ്ങൾക്കിത് പ്രവർത്തിക്കേണ്ടി വരും, നിവൃത്തിയില്ലാതെ പ്രവർത്തിക്കുകയാണെന്നാണ് പറഞ്ഞത്. ശല്യരാണെങ്കിൽ ശല്യരെ കുടുക്കിയതാണ്, പ്രലോഭനങ്ങൾ കൊടുത്ത് കുടുക്കിയതാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും നോക്കിയാൽ കൗരവപക്ഷത്ത് നിൽക്കുന്ന മഹാരഥന്മാരെല്ലാം അവരുടെ മനസ്സുകൊണ്ട് പാണ്ഡവപക്ഷത്തായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. അവർ ജയിക്കണമെന്ന് ആഗ്രഹിച്ചവരും അനുഗ്രഹിച്ചവരുമാണ്. മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഭീഷ്മരും അനുഗ്രഹിക്കുന്നുണ്ട്, ദ്രോണരും അനുഗ്രഹിക്കുന്നുണ്ട്, ശല്യരും അനുഗ്രഹിക്കുന്നുണ്ട്, ഇവരെല്ലാം അനുഗ്രഹിക്കുന്നുണ്ട്. കൃഷ്ണന് വേണമെങ്കിൽ ആയുധമെടുത്ത് അവരോട് അടരാടാൻ സാധിക്കുമായിരുന്നു. കൃഷ്ണൻ പല യുദ്ധങ്ങളും ചെയ്തിട്ടുള്ള ആളാണ്. കൃഷ്ണൻ കയ്യിൽ ആയുധം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്ര കോടി അക്ഷോണിപ്പട വന്നാലും ജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പുള്ള അത്രയും കോൺഫിഡൻസ് ഉള്ള ആളാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ ആയുധം എടുക്കാമെന്ന് നിഷ്പക്ഷമായിട്ടുള്ള വിധി കൽപ്പിക്കാനാണ്. അവർക്കുള്ള കർമ്മഫലങ്ങളെ ചൂണ്ടിക്കാട്ടി അതേ തന്ത്രത്തിൽ അവരെ ഇല്ലാതെയാക്കിയെങ്കിൽ മാത്രമേ ധർമ്മം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ആ പക്ഷത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തത്. അതനുസരിക്കുക മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ, പാണ്ഡവരെ അനുസരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ യുദ്ധതന്ത്രം എന്നുള്ള നിലയിൽ മാത്രമേ ധർമ്മത്തിന് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഭീഷ്മരും ദ്രോണരും ഒക്കെ തങ്ങളെ എങ്ങനെ വധിക്കണമെന്നുള്ള കാര്യം രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത്.